എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കൈനിമാസ്റ്റർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ഈ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 16:9 എന്ന ഫോർമാറ്റിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മീഡിയ ഓപ്പൺ ചെയ്ത് അത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്നത് ഓപ്പൺ ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ലെന്ത് കൂട്ടിയെടുക്കുക. ഇനി നമുക്കൊരു ലെറ്റർ തയ്യാറാക്കാം, ഒരു ടെക്സ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പേരാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് അവസാനം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിൽ കുറച്ച് വലുപ്പമാക്കിയതിന് ശേഷം ഇനി നമുക്കിതിനൊരു ഫൗണ്ട് കൊടുക്കാം, വേറൊരു ഫൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടാമത് കാണുന്ന ഫൗണ്ട് ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് രണ്ടാമത് കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം. ആദ്യം കാണുന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ ആഡ് ചെയ്ത എഫക്റ്റിനെ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തൊന്ന് ചെറുതാക്കണം. ഒരു അക്ഷരത്തിൻ്റെ വീതിയിലേക്ക് ഇതിനെ ക്രോപ്പ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇപ്പോൾ കണ്ടോ, ഈ ലെറ്റർ ഒരുവിധം മങ്ങിയ കളറായിട്ടുണ്ട്. ഈ പുക വരുമ്പോൾ ഒരു മങ്ങിയ നിറം വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ആനിമേഷൻ ചെയ്യുന്നതിന് വേണ്ടി കീ ബട്ടൺ, സൈഡിലെ കീ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴത്തെ ബാർ കൈവിരൽ കൊണ്ട് വലിച്ച് നീട്ടുക. വീണ്ടും മുകളിലത്തെ ബാർ എയിലേക്ക് കൊണ്ടുവരിക. വീണ്ടും താഴത്തെ ബാർ വലിച്ച് നീട്ടുക. അപ്പോൾ താഴെ ഒരു ചുവന്ന പുള്ളി വീഴുന്നതാണ്. വീണ്ടും എന്നിലേക്ക് കൊണ്ടുവരിക. ഓരോ അക്ഷരത്തിലും ഇതുപോലെ താഴത്തെ ബാർ നീക്കി മുകളിലത്തെ ബാർ പിന്നെ ഒരു അക്ഷരത്തിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ ഇത് ആനിമേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മങ്ങിയ കളർ മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ വീണ്ടും എഫക്റ്റ് കൊടുത്തിട്ട് രണ്ടാമത് കാണുന്ന എഫക്റ്റ് കൊടുക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ അതേ സെയിമിലാണ് ഈ എഫക്റ്റും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കുക. ഓരോ അക്ഷരത്തിലേക്ക് കൊണ്ടുവരിക. താഴത്തെ ബാർ കൈവിരൽ കൊണ്ട് നീക്കുക. വീണ്ടും അടുത്ത ലെറ്ററിലേക്ക് മുകളിലത്തെ ആ ലൈൻ കൊണ്ടുവരിക വിരൽ കൊണ്ട്. വീണ്ടും താഴത്തെ ബാർ ഒന്ന് നീക്കുക. ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത എല്ലാ പർപ്പസ് കഴിയുമ്പോഴും മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ചെയ്ത് ഓക്കെ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളത് ഓക്കെ ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇങ്ങനെ വന്നു. ഇനി ഇതിലേക്കൊരു സ്മോക്ക് വീഡിയോ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് അവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതും ലെറ്ററുമായിട്ട് സിങ്ക് ആവുന്ന രീതിയിൽ നമ്മൾ ചെറുത് വലുതൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സ്മോക്ക് വീഡിയോ ലെറ്ററിന് ബാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ ചുവടെ കാണുന്ന 3 കുത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് എന്ന് അടിച്ചു കൊടുത്താൽ ഇതുപോലെ ലെറ്റർ ബാക്കിലായി സ്മോക്ക് വീഡിയോ ഫ്രണ്ടിൽ വരുന്നതാണ്. ഇനി ഇതുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സിങ്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ക്രിയേഷനാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. വലുതാക്കണോ വലുതാക്കിയോ ചെറുതാക്കിയോ അതും ലെറ്ററുമായിട്ട് സിങ്ക് ചെയ്ത് കറക്റ്റ് പുക വരുമ്പോൾ ലെറ്റർ മാഞ്ഞ് ഒരു വ്യത്യാസം വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ വീഡിയോ ഒരേ രീതിയിൽ അവസാനം കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിനായി നമ്മുടെ സ്മോക്ക് വീഡിയോയുടെ അളവ് വെച്ചിട്ട് എല്ലാ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ലെറ്റർ എഴുതിയ ആ മഞ്ഞ ബാറിൽ തൊട്ടുണ്ട് നമുക്കതിന് ആനിമേഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഡ്രാഗ് ഒന്ന് ആനിമേഷൻ കൊടുത്ത് അതിനെ ഒരു
ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എഴുതി കാണിക്കുന്ന ആ ഒരു ശൈലിയിലേക്ക് ഇത് മാറുന്നതാണ്. അപ്പോൾ ആ സ്മോക്കിൻ്റെ കൂടെ ലെറ്റർ വരുന്നതായിട്ട് ഒരു ഫീൽ കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്നെ എങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ ഇതിലേക്കൊരു മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കൂടെ ആഡ് ചെയ്താൽ വീഡിയോ അടിപൊളിയാവുന്നതാണ്. നിങ്ങളെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ അനിൽ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്മോക്ക് വീഡിയോ യൂട്യൂബിൽ തന്നെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ചുവടെ ചേർക്കുന്നതാണ്.